വയനാട്ടിലെ ദുരന്തമുഖത്തു നിന്നുമുള്ള തത്സമയ വിവരങ്ങൾ നമുക്ക് ഓരോ നിമിഷവും കഴിഞ്ഞ 4 ദിവസമായി ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിനു മുൻപേ 17 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിന് തീരാനോവായി കർണാടകയിലെ ഷിരൂരിൽ തുടങ്ങിയ അർജുനായിട്ടുള്ള തിരച്ചിൽ വളരെ കാര്യക്ഷമമായി നടന്നിരുന്നു. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്ത് എന്നുള്ളത് ഈ നിമിഷം നമുക്കറിയാൻ കഴിയുന്നില്ല. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലും മറ്റുമായി അർജുൻ്റെ ഒരു മോതിരം ലഭിച്ചു, അർജുനെ കിട്ടുന്ന വക്കിലേക്ക് കടന്നിരിക്കുന്നു എന്ന രീതിയിൽ ഒരു വ്യാജ വാർത്ത പ്രചരിച്ചിരുന്നു. കുടുംബം അത് പൂർണ്ണമായി നിഷേധിച്ചു. അതിനുശേഷം തൃശ്ശൂരിൽ നിന്നും യന്ത്രസാമഗ്രികൾ എത്തിക്കാനായി കഴിയില്ല എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് കോഴിക്കോട് സ്വദേശിയായ അർജുനും ലോറിയും അടക്കം അപകടത്തിൽപ്പെട്ട ഒട്ടേറെ പേരുടെ മരണത്തിനിടയാക്കിയ മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിട്ട ദേശീയപാത 66 ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിലേക്ക്, പുനരാരംഭിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ജൂലൈ 16-നുണ്ടായ മണ്ണിടിച്ചിലിന് ശേഷം 17 ദിവസത്തിന് ശേഷമാണ് ഈ പാതയിലൂടെ ഗതാഗതം അനുവദിച്ചിരിക്കുന്നത്. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിലാകട്ടെ ഗംഗാവാലി പുഴയിൽ ഇന്നലെയും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു കാരണവശാലും തിരച്ചിൽ നടത്താൻ കഴിയാത്ത രീതിയിലുള്ള ശക്തമായ അടിയൊഴുക്ക് തന്നെയാണ് ഇതിന് കാരണമായിട്ടുള്ളത്. തിരച്ചിൽ ഏകദേശം ഇപ്പോൾ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ഒഴുക്ക് എപ്പോൾ കുറയുമോ അപ്പോൾ മാത്രമേ ഇറങ്ങാൻ കഴിയൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ്, നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ അധികൃതരും. സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രതിനിധികൾ ബോട്ടിൽ പുഴയിൽ സാധാരണ പരിശോധന എന്നും നടത്തുന്നുണ്ട്. ജലയാനവുമായി ബന്ധപ്പെട്ട് അതിനെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് തിരച്ചിൽ നടത്താനായി തങ്ങൾ തയ്യാറാണെന്നാണ് തൃശ്ശൂരിലെ കേരള കാർഷിക സർവകലാശാല പ്രതിനിധികൾ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരിക്കുന്നത്. അവരുടെ പക്കലുള്ള ഡ്രഡ്ജർ എത്തിക്കുകയാണെങ്കിൽ 4 നോട്ട്സ് വരെയാണ് ഇതിനെ പിടിച്ചു നിൽക്കാനായി സാധിക്കുന്നത്. അതിൽ കൂടുതൽ ഒഴുക്കുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തനം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത്, പ്രത്യേകിച്ചും ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡ്രഡ്ജർ ഉപയോഗിക്കുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കർണാടക, കേരള സർക്കാരുകൾ പരസ്പരം ചർച്ച ചെയ്ത് ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുകയും ചെയ്യും. തിരച്ചിലിനു വേണ്ടി ഗംഗാവാലി പുഴയിലെ മണ്ണ് നീക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു തൃശൂർ കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഈ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തിയതും തൃശ്ശൂരിലുള്ള ഡ്രഡ്ജർ അവിടേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം വിലയിരുത്തിയത്. പക്ഷേ ജലയാനവുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള മണ്ണുമാന്തി യന്ത്രമാണ് തൃശ്ശൂരിൽ നിന്നും എത്തിക്കാൻ കഴിയുന്നത്. ഇത് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തോട് തൃശ്ശൂർ ജില്ലാ ഭരണകൂടം കൃത്യമായി പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസത്തോട് ഗംഗാവാലി പുഴയിൽ നടത്തിയ പരിശോധനയൊക്കെ തന്നെ അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നു. സംഘത്തിൽ സർവകലാശാലയുടെയും കേരള സർക്കാരിൻ്റെയും പ്രതിനിധികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഈ പ്രതികൂല സാഹചര്യം ഒക്കെ തന്നെ അവർ വിലയിരുത്തിയിരുന്നു. കാർവാർ MLA സതീഷ് കൃഷ്ണസേലുമായി ഇവർ ചർച്ച നടത്തിയിട്ടുണ്ട്. ഏതു രീതിയിലായിരിക്കാം ആ യന്ത്രം അവിടെ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ള ഒരു രീതിയാണ് ഇനി പരിശോധന നടത്തി ഉറപ്പിക്കാനായി സാധിക്കൂ. അല്ലാതെ വളരെ വേഗത്തിൽ അങ്ങനെ യന്ത്രം അവിടെ ഇറക്കിയാൽ അത് മറ്റൊരു തരത്തിലുള്ള അപകടത്തിലേക്കോ അല്ലെങ്കിൽ ഒരുപക്ഷെ വേറൊരു ദുരന്തത്തിലേക്കോ വഴിയൊരുക്കുമെന്നുള്ളതാണ് വസ്തുത. അതല്ല എങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടാകാതെ തൃശ്ശൂരിൽ നിന്നും കർണാടകയിലേക്ക് എത്തിക്കുക എന്ന് മാത്രം.